അയ്യോ, ഞാൻ എല്ലാ കൊല്ലവും ശബരിമല പോകുന്ന എനിക്കൊരു വലിയൊരു ഈ മതേതരവാദി എന്നൊന്നും വെറുതെ നിങ്ങൾ ഈ CPM-ന്റെ ഓരോരോ പ്രോപ്പഗാൻഡ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊണ്ടുവരല്ലേ. മതേതരവാദി പിന്നെ പിന്നെ അല്ല, ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ വലിയൊരു മതേതരവാദി ആണെങ്കിൽ പിന്നെ ഒരു മുസ്ലിമിന്റെ എതിരെ സംസാരിക്കുന്ന ഒരു പൊളിറ്റീഷ്യനെ കൊണ്ടുവരട്ടെ, ഒരു മുസ്ലിം പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ ധൈര്യം കാണിക്കട്ടെ പിണറായി വിജയൻജി. അങ്ങനെ വലിയൊരു ധൈര്യം ഉണ്ടെങ്കിൽ അല്ല, ഹിന്ദു വിശ്വാസികളുടെ എതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് അത് മതേതരം ഞങ്ങൾ അങ്ങനെ അല്ല, അങ്ങനെ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാവുന്നില്ലെങ്കിൽ അങ്ങനെ പറയണം. അങ്ങനെ ഞങ്ങൾ പറയുന്നു. ഇങ്ങനെ നോക്കൂ, ഒരു സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഒരു ട്വിസ്റ്റഡ് വഴി പറയണം. ഞാനൊരു കൃത്യമായ അത് നിങ്ങൾ എനിക്ക് താല്പര്യമില്ല. അല്ല, മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് വിശ്വാസിന്റെ എതിരെ സംസാരിക്കുന്ന ആൾക്കാരെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ അത് വിശ്വാസിന്റെ എതിരെ ഒരു അപമാനമല്ല, അവര് ഇൻസൾട്ട് ആവുന്നില്ലേ? അത് നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അങ്ങനെ ചെയ്യില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നത് അതാണ് എന്റെ ചോദ്യം. എന്താണ് ഹിന്ദു സമുദായത്തിന് മാത്രം അല്ല, സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിൻ ഹിന്ദുവിന്റെ എതിരെ സംസാരിച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് അവരെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്? ഈ നാട്ടില്, ഈ രാജ്യത്തിൽ 10,000 ആൾക്കാരില്ലേ വിളിക്കാൻ? എന്തിനാണ് സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിനെ വിളിക്കുന്നത്? എന്താണ് ചന്ദ്രബാബു നായിഡുവിനെ വിളിക്കാത്തത്? അല്ല, തെലങ്കാനയിലെ മുഖ്യമന്ത്രി എന്താ വിളിക്കാത്തത്? അല്ല, DMK-ന്റെ ശത്രു എന്നല്ല, CMK-ന്റെ ശത്രു. ഇത് എന്ത് ലോജിക്കാണ്? അത് മുറസോളി മാറനായിരുന്നില്ലേ? അത് സ്റ്റാലിൻ ആയിരുന്നോ? സ്റ്റാലിനല്ലേ ഇപ്പൊ DMK-ന്റെ പ്രസിഡന്റ്? സ്റ്റാലിന്റെ മകനല്ലേ ഇത് പറഞ്ഞത്? ഇത് ഓക്കെ, ശരി, നമ്മൾ അങ്ങനെ ആർഗ്യുമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ തീരുമാനിച്ചോളൂ. അതിനെ കുറിച്ച് ഇങ്ങനെ ഒരു ബോംബ്, അത് രാഹുൽ ഗാന്ധിന്റെ ആറ്റം ബോംബും VD സതീശന്റെ ബോംബും നമ്മളെല്ലാം ഒരു ലെവലിൽ കണ്ടാൽ മതി. അത് പടക്കമല്ല, ഒരു ഡാം സ്ക്വിബ്, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരുടെ ഒരു സ്ട്രാറ്റജി. ഓക്കെ, ചെയ്യട്ടെ. അതിനെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഇന്നലെ സംസാരിച്ചു. അതാണ് അതിന്റെ ഒരു ലാസ്റ്റ് വേർഡ്.